ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് മിഥുനെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇത് കണ്ടപ്പോഴത്തേനും ശങ്കർ ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ശങ്കരനെ ഗൗരിയോട്, ഈ ഗൗരി ഇതെന്തിനാ, ഈ ഫ്രോഡ് എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്നാണ് മനസ്സിലാവാത്തത്. ശങ്കർ, അവൻ്റെ കള്ളത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് അവന് ഒരു സംശയവും തോന്നരുത് കേട്ടോ ശങ്കർ എന്ന് പറഞ്ഞു. എനിക്ക് കണ്ടിട്ട് കല്ല് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. പ്ലീസ് ശങ്കർ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അതെ, ഈ സമയത്തൊരു സീനുണ്ടാക്കല്ലേ കേട്ടോ ഗൗരി. പറയുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം അടങ്ങുക കേട്ടോ എന്ന് പറഞ്ഞു. ഗൗരി, അവന് വല്ല ഭാവ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കി, അവൻ അസൽ നടനാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മിഥുൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ഹോസ്പിറ്റലായിരുന്നോ, അപ്പോഴാണ് ആരതി വിളിച്ച് വിവരം പറഞ്ഞത്. എവിടെയായിരുന്നു, തൃശ്ശൂരാ എന്ന് ശങ്കരണ്ണെ ചോദിക്കുക. മിഥുൻ ഹോസ്പിറ്റലിലായിരുന്നു എന്നാ പറഞ്ഞത് എന്ന് ഗൗരിയും പറഞ്ഞു. ഓ അതെയോ, ഞാൻ കേട്ടതേ മിഥുൻ ഡോക്ടർ തൃശ്ശൂരാന്നാ. അപ്പോൾ തൃശ്ശൂരായിരുന്നില്ല അല്ലേ? അല്ല, അത് തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂർ വരുമ്പോൾ ശങ്കരനെയും ഗൗരിയും ഒന്ന് കാണണമെന്ന് കരുതിയതാ. പക്ഷേ പെട്ടെന്ന് യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. നീ ഞങ്ങളെ കണ്ടില്ലെങ്കിലും നിന്നെ ഞങ്ങൾ കണ്ടുട്ടോ മോനെ എന്ന് ശങ്കർ. നിന്നെ മാത്രമല്ല, നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണിനെയും. ആദർശിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു പേടിയും വേണ്ട. ഈ ഹോസ്പിറ്റലിലെ സീനിയർ സർജൻ ഹരിദാസ് അതെനിക്കറിയാവുന്ന ആളാണ്. അതുകൊണ്ട് ആദർശിൻ്റെ കേസ് നോക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഡോക്ടർ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ വന്നുകൊണ്ടേ തന്നെ, ആഹാ ഹലോ ഡോക്ടർ. മിഥുൻ, താനെന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ റിലേറ്റീവ്സ് ആകാൻ പോവാണ്. അതെ, ആദർശിൻ്റെ പെങ്ങളെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോണത്. അല്ല ഡോക്ടർ, ഇപ്പോൾ ആദർശിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാ? സർജറി കഴിഞ്ഞു, പക്ഷേ 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിൻ്റെ എന്താണെങ്കിലും പോസ്റ്റ് ഓഫീസിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യും. ഡോക്ടർ വരുമ്പോൾ കറക്റ്റ് സിറ്റുവേഷൻ എന്തുട്ടാ എന്ന് ഉടനെ ചോദിക്കാണ്. ഓപ്പറേഷൻ ടൈമിൽ അനസ്തേഷ്യ കൊടുത്തിരുന്നു. അതിൻ്റെ റിക്കവറി ടൈം എന്താണെങ്കിലും എടുക്കും. അതുകൊണ്ട് പോരാത്തതിന് പേഷ്യൻറ്റിൻ്റെ നില അത്ര സ്റ്റേബിളായിട്ടല്ല തുടരുന്നത്. എനിക്കിപ്പം ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ബോധം വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഡോക്ടർ, നിങ്ങൾ എന്തൊട്ട് വർത്താനം പറയണത്? നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലെന്നോ? അപ്പം മഹാദേവൻ കയറി ഇടപെടുകയാണ്. എന്തൊട്ടാന്ന് വെച്ചാൽ തെളിച്ച് പറ. മഹാദേവ, പ്രൊഫസർ, എൻ്റെ മരുമോൻ്റെ കാര്യമാണിത്, നിങ്ങളൊന്ന് മിണ്ടാന്നേ എന്ന് പറഞ്ഞു. ഈ ഡോക്ടറെ കൊണ്ടേ ഈ മരുമോനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അച്ഛൻ എന്തൊക്കെയാണ് വിളിച്ചു പറയണത്? ഡോക്ടറെ, അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെ കേട്ടോ, കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു ശങ്കർ. അപ്പോൾ ഇയാളിങ്ങനെ അന്തിച്ച് നിൽക്കുക. എൻ്റെ പൊന്ന് പ്രൊഫസർ, നമുക്ക് ഇപ്പം തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മരുമോനെ മാറ്റണം. ഇതുപോലെ വാലും തുമ്പും ഇല്ലാത്ത ഡോക്ടർമാരെ ചികിത്സിച്ചാലേ എൻ്റെ മരുമോനെ രക്ഷപ്പെടില്ല, അത് ഉറപ്പാ. എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വിശ്വാസം ഇല്ലെങ്കിൽ പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം, അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ റിസ്കിലായിരിക്കണം. എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഡോക്ടറെ പറയുന്നത് അങ്ങോട്ടേക്ക് കേട്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ആദർശിനെ തൽക്കാലം ഇവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്രൊഫസർ. പ്രൊഫസറെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങളായിട്ട് നിങ്ങളുടെ സ്വന്തം മോൻ്റെ ഭാവി തൊലയ്ക്കരുത്. എൻ്റെ പൊന്നച്ഛ, ഓപ്പറേഷൻ കഴിഞ്ഞ അളിയൻസിനെ എങ്ങനെയാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണത്? എൻ്റെ കുട്ടിശങ്കര, നീ ഈ ഹോസ്പിറ്റലിൽ ഇട്ടിരുന്നെങ്കിലേ മരുമോൻ ഒരിക്കലും നല്ല ചികിത്സ കിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക എന്ന് പറഞ്ഞു ഡോക്ടർ. അളിയൻസിനെ ഇങ്ങോട്ടൊന്നും മാറ്റുന്നില്ല എൻ്റെ പൊന്നു ഡോക്ടറെ എന്ന് പറഞ്ഞു. എൻ്റെ കുട്ടിശങ്കര, തമാശ കളിക്കില്ല കേട്ടോ. വേണിമോളുടെ ഭാവിയുടെ കാര്യം കേട്ടോ, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി. എൻ്റെ പൊന്നു, ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആദർശൻ്റെ സിറ്റുവേഷൻ ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ ഒരാളെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു. സോറി, അല്ല, ഇതൊക്കെ നിങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് വിചാരിച്ചതല്ല, അറിയാതെ പറഞ്ഞു പോയതാ എന്ന് ഉടനെ മിഥുൻ പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനും വേണി ആകെ വല്ലാണ്ടായിപ്പോയി. വേണി ഭയങ്കരം കരച്ചിലാട്ടോ. അപ്പോൾ ഡോക്ടറെ അപ്പോൾ വേണി ഓടിച്ചെന്നിട്ട്, ഡോക്ടറെ, എനിക്കെൻ്റെ ആദർശനെ ഒന്ന് കാണണം പ്ലീസ് ഡോക്ടർ, ഇതെൻ്റെ ഒരു അപേക്ഷയാണ്, പറ്റില്ല എന്ന് മാത്രം പറയരുത്, ഞാൻ ഒന്ന് കണ്ടോളാം, എനിക്ക് ഒന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുക.
അപ്പോൾ ഗൗരി ചെന്നു. പ്ലീസ് ഡോക്ടർ, വേണി ആദർശേട്ടനെ ഒന്ന് കണ്ടോട്ടെ. ശരി, പക്ഷേ ഒരു കാര്യം, പേഷ്യൻറ്റിന് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാക്കരുത്. ഇല്ല ഡോക്ടർ, ഒരിക്കലും ഉണ്ടാക്കില്ല, ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ശരി, പോസ്റ്റ് ഒപ്പിയിലേക്ക് ഇപ്പം ഷിഫ്റ്റ് ചെയ്യാം, അപ്പം കയറി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്താണ് നമ്മുടെ ധ്രുവനും അതുപോലെ ഷാനും കിരണോട് വരുന്നത്. മച്ചാനെ ധ്രുവ, അല്ല നമ്മളെന്തിനാ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്? ആദർശിന് പണി കൊടുക്കേണ്ടത് നമ്മളല്ല, അത് വേറെ ആളാണെന്നല്ലേ ധ്രുവൻ കുറച്ചു മുന്നേ പറഞ്ഞത്? ഏതേ, ആരാ അയാൾ? നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണോ? എൻ്റെ മരണം ഒരു ഉഗ്രൻ ഡ്രാമയായിരുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ ഗെയിമിൽ എനിക്കൊരു പാർട്ട്ണർ കൂടി ഉണ്ടായിരുന്നു, അതാണ് എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞു. അയാളുടെ വരവിനായിട്ടാണ് നമ്മളിപ്പം ഇവിടെ കാത്തു നിൽക്കുന്നത് പോലും. ദ റിയൽ ഗെയിം ഈസ് ചേഞ്ച്ഡ്. അപ്പോഴേക്കും ദേണ്ട വരുവാണ് നമ്മുടെ മിഥുൻ. അവൻ്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, ഒരു എന്താ പറയുക, ഒരു വില്ലൻ്റെ ലുക്കിലാണ് ആൾ. അപ്പം നേരെ വന്നു, അപ്പം കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ദേ വന്നു കേട്ടോ ആൾ വന്നു. ആഹാ, ഇത് നമ്മുടെ മിഥുനല്ലേ എന്ന് ഇവരിങ്ങനെ ചോദിക്കുകയാണ് ഷാനും കിരണോടെ. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. ഇത് ആരതി വിവാഹം കഴിക്കാൻ പോകുന്ന ആ ചെറുക്കനല്ലേ? വെൽക്കം മിഥുൻ ബ്രോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചു. അല്ല, ഞാൻ ചോദിച്ച കേട്ടില്ലേ, ഇത് ഡോക്ടർ മിഥുൻ അല്ലേ? ആണോ? അപ്പോൾ ഡോക്ടർ മിഥുൻ നമ്മുടെ ആളാ അല്ലേ? ആണോ? ഇത് ഡോക്ടർ മിഥുൻ തന്നെയാണെന്ന് നിങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചോ? അതിലിപ്പോൾ എന്താ കൺഫ്യൂഷൻ? ഒന്നോ രണ്ടോ തവണയെ നേരിട്ട് കണ്ടിട്ടുള്ളെങ്കിലും മിഥുനെ ഞങ്ങൾക്ക് തെറ്റില്ല ബ്രോ. അപ്പോൾ നമ്മുടെ പ്ലാൻ 100% സക്സസ് ആണ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ പരസ്പരം. ഇതെന്താ? അല്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇത് മിഥുനല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഒരിക്കലും അല്ല, ഇത് മിഥുനല്ല, ഇതാണ് നമ്മുടെ നവീൻ ബ്രോ എന്ന് പറഞ്ഞു. അപ്പം ഞെട്ടിപ്പോയി കേട്ടോ ശരിക്കും. അപ്പോൾ ഗൗരി വിവാഹം കഴിക്കാനിരുന്ന നവീനാണ് അത്. മിഥുൻ്റെ വേഷത്തിൽ ആൾമാറാട്ടം നടത്തുകയാണ്. ഡോക്ടർ മിഥുൻ്റെ ഗെറ്റപ്പിലുള്ള നവീൻ ബ്രോയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയുണ്ട്? നവീൻ ബ്രോ എന്ത് ചെയ്താലും അതൊക്കെ ഡോക്ടർ മിഥുൻ്റെ തലയിലേക്ക് പൊയ്ക്കോളും, അതൊന്നും പേടിക്കണ്ട. മച്ചാനെ, ഇതൊരു അടിപൊളി പരിപാടിയാണല്ലോ എന്ന് പറഞ്ഞ ഇവന്മാർ. അപ്പോൾ ആദർശിനെ തട്ടാൻ പോണതും മിഥുന അല്ലേ? അപ്പോൾ ഒരു ശരി ഇരിച്ചു. അല്ല, നവീൻ ബ്രോയാ അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? കറക്റ്റ് തന്നെ ധ്രുവ. നമ്മുടെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എൻ്റെ തൃശ്ശൂർ യാത്ര വെറുതെ ആയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ശങ്കർ ഭായിയെ ഗൗരിയും ഒന്ന് ഞെട്ടിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. പാവം മിഥുൻ എന്ത് ചെയ്യും? ഗൗരി എത്ര ഹാപ്പി ആയിട്ടാണ് ശങ്കറിനൊപ്പം ജീവിക്കുന്നത്. കാണുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവൻ്റെ പ്രതികാരം കേട്ടോ. എന്നെ ഹോണ്ട് ചെയ്ത ഒരു വിഷ്വലുണ്ട്. എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് പോലും നഷ്ടപ്പെട്ട ആ ദിവസം. അപ്പം മിഥുൻ വേഗം അത് ഓർത്തെടുക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ കല്യാണ ദിവസം ഗൗരിയെ വിളിച്ചിറക്കാനായിട്ട് ഇവൻ വീട്ടിൽ ചെന്ന ദിവസം എൻ്റെ പ്രണയത്തെ അവൾ ഇൻസൾട്ട് ചെയ്തു. മറക്കില്ല ഞാൻ. എന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് എന്നിട്ട് അവൾ ആ ഗുഡയുടെ കൂടെ നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. വിടില്ല ഞാൻ. നവീൻ ബ്രോ, ഗൗരിയെ വേദനിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ അവസരം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. എന്തിനു നമ്മൾ കാത്തിരിക്കണം? ഒരു നിലവിളക്കിന് താഴെ ഒരു വാഴയിലയിൽ വെട്ടിയിട്ട് ആദർശിനെ കിടത്തിയിരിക്കുന്നത് ചുമ്മാ ഒന്ന് ഇമേജിൻ ചെയ്ത് നോക്കിക്കേ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ആദർശിൻ്റെ തണുത്ത മരവിച്ച ശരീരത്തിനരികിലിരുന്ന് ആ കലങ്ങിയ കണ്ണുമായിട്ട് അവൻ്റെ പെങ്ങള് ഗൗരി എങ്ങനെ ഉണ്ടാവും? ആഹാഹാ, ആ ഒരു കാഴ്ച നല്ല രസമായിരിക്കില്ലേ എന്ന് ചോദിച്ചു. ഗൗരിയുടെ മുഖത്തെ ചിരി മായ്ച്ചു കളയാൻ ഡോക്ടർ മിഥുൻ്റെ പേരിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ധ്രുവ, നീ ഇപ്പോൾ ഒരു മോഹം പറഞ്ഞിരുന്നില്ലേ? നിൻ്റെ ആ മോഹം ഡോക്ടർ മിഥുൻ ഇപ്പോൾ ഈ നിമിഷം അത് ഞാൻ സാധിച്ചു തരാൻ പോവാ എന്ന് പറഞ്ഞു. പിന്നെ പറയണല്ലോ, അമ്മമാരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. ഇങ്ങനെ ഐസിൻ്റെ മുന്നിൽ പിന്നെ നിൽക്കുകയാണ്. എന്നിട്ട് എന്തോ ഒരു വെപ്രാളം പിടിക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നി കേട്ടോ. വേണിമൊക്കെ എന്തോ ഒരു പ്രശ്നം പോലെ ഇവരെല്ലാവരും നോക്കുകയാണ്. വേണി, എന്ത് പറ്റി എന്ന് ചോദിച്ചു ഗൗരി. എന്താ വേണി? ഗൗരി, എനിക്കറിയില്ല കേട്ടോ, എനിക്ക് തനിച്ച് ആദർശേട്ടനെ കാണാനായിട്ട് ധൈര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു.
പക്ഷേങ്കിൽ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് കൂട്ടിന് എൻ്റെ ആദർശേട്ടൻ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് കാണാനായിട്ടുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. ഗൗരി, നീയുടെ എൻ്റെ ഒപ്പം എൻ്റെ കൂട്ടിന് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. വരുമോ ഗൗരി എന്ന് പറഞ്ഞു ഗൗരി. അവസാനം ഇവർ രണ്ടുപേരുടെ ഏതാണ്ട് ഐസിയുലേക്ക് കയറുകയാണ്. അപ്പോൾ ആദർശ് അവിടെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ വേണിക്ക് കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ വേണി ആകെ വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ വേണി വേഗം ആദർശേട്ടാ, ഗൗരി ആദർശേട്ടൻ, എൻ്റെ ആദർശേട്ടൻ എന്ന് പറഞ്ഞ് വെപ്രാളം പിടിക്കുകയാണ്. എന്നിട്ട് വേഗം ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു. ആദർശേട്ടാ ആദർശേട്ടാ എന്നിങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചു. അപ്പോൾ വേണി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഗൗരി. ഡോക്ടർ നമ്മളോട് പറഞ്ഞല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, പിന്നെ എന്തീ കാണിക്കുന്നത്, ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാൻ പാടില്ല. വേഗം കണ്ണ് തുടച്ചു. എന്നിട്ട് ചിരിച്ചിട്ട്, ആദർശേട്ടാ നിങ്ങളൊന്ന് എന്നെ നോക്കി ആദർശേട്ടാ, ധാര വന്നേക്കുന്നത് നോക്കിയേ, വേണിയാണ് വന്നിരിക്കണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൗരി, ആദർശേട്ടനൊന്ന് കണ്ണ് തുറന്ന് നോക്കുന്നു പോലുമില്ല, ഒന്ന് നോക്കാൻ പറ, ഒന്ന് തുറന്ന് നോക്കുന്നേ എന്നെ എന്ന് പറഞ്ഞു. ഉണർത്താൻ ശ്രമിക്കരുത്, സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിൻ്റെ സെലക്ഷല്ല, നീ വാ നമുക്ക് പുറത്ത് പോകാം എന്ന് പറഞ്ഞു ഗൗരി. ഗൗരി, നമ്മുടെ ആദർശേട്ടൻ കണ്ണ് തുറന്ന് എന്നെ ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് പുറത്ത് പോവാവേ എന്ന് പറഞ്ഞ് കുഞ്ഞു പിള്ളേരെ പോലെ നിൽക്കുകയാണ് വേണി. എന്നിട്ട് വീണ്ടും, ആദർശേട്ടൻ, വേണി നീ എന്താ ഈ പറയുന്നത്, ആദർശേട്ടൻ മയക്കത്തിലാണ്. അതെങ്ങനെയാ, എന്തോട്ട് മയക്കത്തിലാണെങ്കിലും ആദർശേട്ടന് കണ്ണ് തുറന്ന് എന്നെ ഒന്ന് കണ്ടിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ, അല്ലാതെ ഞാനിവിടുന്ന് പോവില്ല. ഇത് പോസ്റ്റ് ഓപ്പി വാർഡാണ്, ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല എന്ന് അവിടുത്തെ നേഴ്സും പറയാണ്. വേണി നീ വാ നമുക്ക് പുറത്ത് പോവാം. ഇല്ലട്ടോ, ഞാനിവിടെ തന്നെ ഇരിക്കും, ഈ ആദർശേട്ടൻ കണ്ണ് തുറക്കാണ്ട് ഞാൻ എവിടേക്കും ഇല്ല ഗൗരിയെ എന്ന് പറഞ്ഞു. നിങ്ങൾ ദയവ് ചെയ്തത് പുറത്ത് പോകണം, ഡോക്ടർ കണ്ട എന്നെയാ വഴക്ക് പറയാ. അപ്പം എൻ്റെ പൊന്നു നേഴ്സേ, ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല കേട്ടോ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ ഗൗരി അവസാനം, ഞാൻ പറയുന്നതെന്ന് കേൾക്കട്ടെ, നീ ഒന്ന് കേൾക്ക്, ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ നിനക്ക്, നീ എൻ്റെ ഒപ്പം പുറത്തേക്ക് വന്നേ പറ്റുള്ളൂ, ഞാനല്ലേ ഈ പറയണത്. ഗൗരി, ആദർശേട്ടനെ വിട്ട് പോവാനായിട്ട് എനിക്ക് പേടിയാവും ഗൗരിയെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ ഒരു ശല്യവും ആർക്കും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. എന്തിനാ നീ പേടിക്കുന്നത്, ആദർശേട്ടന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഒരിക്കലും നിഷ്ഫലമാവില്ല, നമുക്ക് നമ്മുടെ ആദർശേട്ടനെ തിരിച്ച് കിട്ടും വേണി, ഞാനല്ലേ ഈ പറയണത്, നിനക്കെന്നെ വിശ്വാസമില്ലേ. അപ്പോൾ വേഗം കണ്ണ് തുടച്ചിട്ട്, ഞാനാ പറയണത്, നീ വാ, നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഗൗരിയെ എന്ന് പറഞ്ഞു. നീ പറയണത് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അവസാനം എന്നിട്ട് കണ്ണ് തുടച്ചിട്ട്, മത്താപ്പേ നമ്മൾ പുറത്തുണ്ട് കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ മാത്രമല്ല കേട്ടോ, ഞാനും ഗൗരിയല്ല, ഇനി വീട്ടിലെ എല്ലാവരും പുറത്തുണ്ട് കേട്ടോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളിവിടെ ഉണ്ട്, ധൈര്യമായിട്ടിരുന്നോ കേട്ടോ, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗൗരി ഇതേണ്ട വേണിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതേണ്ട മഹാദേവൻ അടുത്ത ഷോയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവിടെ. പ്രൊഫസറെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ മരുമോനെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ആദർശിനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരാണ് എന്ന് മിഥുൻ വേഗം പറയാണ്. ആദർശിൻ്റെ സിറ്റുവേഷൻ ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. ഡോക്ടർക്ക് വക്കാലത്ത് പറയാൻ നീ ആരടാ എന്ന് ചോദിച്ചു മിഥുനോട്. തട്ടിക്കീറുകയാണ് മഹാദേവൻ. എൻ്റെ പൊന്നച്ച, അച്ഛനൊന്ന് അടങ്ങിയിരുന്നേ, ഇതെന്തായത്, നമ്മുടെ അളിയൻസിന് തൽക്കാലം നമ്മളെങ്ങോട്ട് കൊണ്ടുപോകണില്ല എന്ന് ശങ്കരൻ പറയുക. എടാ മോനെ കൊട്ടിശങ്കര, നീ എന്തുട്ടിനാടാ ഇങ്ങനെ, എടാ നിന്റെ സ്വന്തം പെങ്ങളുടെ കാര്യത്തിൽ നിനക്ക് ഒരു വേവലാതിയില്ലേ. മഹാദേവ, ആദർശിനെ ഇവിടെ നല്ല ചികിത്സ കിട്ടുന്നുണ്ട്, ആ കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ മോനെ ഇവിടെ എങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രൊഫസറെ, നിങ്ങളുടെ മോൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ആദർശ്, എൻ്റെ വേണി മോളുടെ ഭർത്താവാണ്, അതായത് എൻ്റെ മരുമോൻ. അപ്പോൾ വീണ്ടും മഹാദേവൻ ആകെ കച്ചറയായിട്ട് കൂടിയിരിക്കുകയാണ്. എൻ്റെ മോളുടെ ഫ്യൂച്ചർ, അതായത് ഭാവി, അതെനിക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ആദർശിൻ്റെ അച്ഛനാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാനീ പറയണത്. അവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്ക് തന്നെയാണ്. മഹാദേവ, ദയവ് ചെയ്ത് ഈ ഹോസ്പിറ്റലുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എൻ്റെ പൊന്നച്ഛ, നമ്മുടെ അളിയൻസിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ശങ്കറും പറയുന്നുണ്ട്. അച്ഛനൊന്ന് അടങ്ങിയിരിക്കുക, കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. എടാ പ്രൊഫസറെ,
മര്യാദയ്ക്ക് ഞാൻ പറയണത് കേൾക്കണതാ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. അല്ലെങ്കിലടല്ലോ എൻ്റെ മരുമോനെ ഈ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചാൽ അവൻ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ വീണ്ടും ഇവരാകെ ധർമ്മസങ്കടത്തിലായി. അച്ഛൻ എന്തൊക്കെ വിവരക്കേടായി വിളിച്ചു പറയണത്? പറയൂടാ, പറയും, ഇനി ഞാൻ പറയും. ഞാൻ മിണ്ടാണ്ടിരിക്കണമെങ്കിൽ വേണി മോളുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. മഹാദേവ, നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ മനസ്സിലാവാത്തത്? നിങ്ങളോട് എത്ര തവണ പറയണം? ഇപ്പോൾ ആദർശിനെ മറ്റെവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നത് സേഫല്ല. ഡോക്ടർ പറഞ്ഞത് നിങ്ങളെ കേട്ടതല്ലേ? ദയവ് ചെയ്ത് ഈ സമയത്ത് ഇങ്ങനെ ഒരല്പം കരുണ ഞങ്ങളോട് കാണിക്കണം. ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് പ്രൊഫസറെ, എനിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ പറയണത്? അച്ഛ എന്ന് വിളിച്ചു. കൂട്ടിച്ചകര, നീ മിണ്ടായിരിട അവിടെ എന്ന് പറഞ്ഞു. നീയേ നിൻ്റെ അമ്മായിയപ്പന് വക്കാലത്ത് പറയാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അതെ, ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ മരുമോനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊള്ളാവുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ആരാ തടയാൻ പറ്റുകയെന്ന് വെച്ചാൽ തടയുന്നൊന്ന് കാണട്ടെ. അപ്പോഴേക്ക് വേണി അവിടെ ഇറങ്ങി വന്നിട്ട് അച്ഛ എന്ന് വിളിച്ചു. അപ്പോൾ വേണി കലി പൂണ്ടാ വരുന്നത് മഹാദേവൻ്റെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.